ഈ ഫോണിനൊരു മര്യാദ വേണ്ട. മനുഷ്യർക്ക് മര്യാദ ഇല്ലെന്ന് മനസ്സിലായപ്പോ ഫോണും തുടങ്ങിയിട്ടുണ്ടാവും. അല്ലടാ, നമ്മൾ ഈ കോൾ ചെയ്യുമ്പോഴേ ഇതിൽ ഈ മറ്റേ റിസീവറിന്റെ ചിഹ്നം കാണിക്കില്ല, ഇതാ അത് കാണിച്ചൊരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ പേര് വരണത്. ഇത് എത്ര ലേഖാവണിത്? അത് ഫോൺ ഹാങ് ആയിട്ടുണ്ടാവും. എത്ര ആളാ മേടിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഗിരിജനെ കല്യാണം കഴിക്കണതിന്റെ മുമ്പ് അവളെ പരിചയപ്പെട്ടില്ലേ? പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ പിന്നെ എന്നും ഇങ്ങനെ വിളിക്കാൻ തോന്നുമല്ലോ. അന്ന് മേടിച്ചാ ഫോണതേ ഓർമ്മയില്ല എനിക്ക്. അപ്പൊ ഫോണിന് മര്യാദയുണ്ട്, അവനാണ് ഇത്ര നാൾ ഇരുന്നത്. ഇലക്ട്രോണിക്സ് അല്ലേ മാവാ, അതിങ്ങനെ ഒട്ടക്കൂല്ലേ ജോത്സ്യന്മാർ പറയുന്നത്. ചിലതങ്ങ് വാഴും, ചിലത് പെട്ടെന്ന് പോകും. ഇത്ര എന്താ ഈ ഫോൺ കണ്ടില്ലേ, 1.5 വർഷമായുള്ളൂ. എന്നാലും അത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇത് മാറ്റാൻ വേണ്ടിയിരിക്കുക. അമ്മ ഈ ഫോണെന്ന് പറഞ്ഞാലേ ഈ ഭാര്യമാരെ പോലെയാണ്. നമ്മളിപ്പോ കല്യാണം കഴിച്ച് ആദ്യത്തെ പുതുമോടിയിൽ എന്തു കാര്യമായിരിക്കും, ഭയങ്കര സന്തോഷത്തോടെ ആയിരിക്കും. എല്ലാം പുതുമോടിയുടെ എല്ലാ ലക്ഷണവും കാണിക്കും. നമ്മൾ എന്ത് ഇഷ്ടപ്പെടുന്നോ അതൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഒരു 6 മാസം കഴിയുമ്പോഴല്ലോ അത് ഇതാ കുറ്റം, ഇത് ഇതാ കുറ്റം, തൊട്ടതിനെ പിടിച്ചതിനൊക്കെ വഴക്ക്, ചീറ്റില്. ഫോണും അങ്ങനെ തന്നെയാണ്. ആദ്യം എടുക്കുമ്പോൾ കുറച്ചാണ് നല്ലതായിരിക്കും, പിന്നെ അങ്ങോട്ട് ഹാങ് ആയി, അതായി ഇതായി പ്രശ്നങ്ങളായില്ലേ. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? മാറ്റണം ഭാര്യനെ. ഫോണ് എടാ 13,000 ചില്ലറ ഉറുപ്പ് കൊടുത്ത് മേടിച്ച ഫോണാണ് അന്ന്. അതൊക്കെ പെട്ടെന്ന് മാറ്റിയ പറയുമ്പോ എന്റെ ഫോൺ 1.5 വർഷമായുള്ളൂ. ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ പോലീസ് ഒന്നിങ്ങനെ പിന്നെ കൂടെ കൈ കെട്ടിയ കാശ് വരും, എപ്പോ വേണേ ഫോൺ മാറ്റി. ആരും അങ്ങനെ കാണിക്കില്ല. അല്ല, അങ്ങനെ പോലീസുകാർക്ക് പൊതുവെയുള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെയൊന്നും ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല അമ്മ, വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യം. ഞാൻ അമ്മാവൻ്റെ ഒന്ന് കാണാൻ വേണ്ടി. എന്താ? അമ്മാവനെ ഒന്ന് കാണാൻ വേണ്ടിട്ടേ. നെഞ്ചു പൊടിഞ്ഞിരിക്കുന്ന ചളി കോമഡി പറയുന്നത്. എന്താ? എനിക്ക് അമ്മാവനെ കൊണ്ട് ഒരു കാര്യം നേടിയെടുക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്നെ കൊണ്ടാ? നിനക്കാ? അത് അമ്മാവൻ വിചാരിച്ചാലേ നടക്കൂ. എന്തേ? അമ്മാവൻ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. ആ ഓർമ്മ ബോധമൊക്കെ എല്ലാവർക്കും ഉണ്ടായാൽ നല്ലത്. അതുകൊണ്ടാണ് അമ്മാവൻ്റെ അടുത്ത് തന്നെ വന്നേ. എന്നാ പറ, എന്താ? ക്ലീറ്റോ മച്ചമ്പിയെ DDTയുടെ ഒരു പഴയ മുതിർന്ന നേതാവുണ്ട്, വിതുര മഹാദേവൻ സാർ. വിതുര മഹാദേവൻ സാർ, അങ്ങനെ ആൾക്ക് പേരുണ്ടോ? സാറിപ്പോഴേ വയ്യാതെ അങ്ങ് അച്ചൻകോവിൽ അവർ അദ്ദേഹത്തിന്റെ തറവാട്, അപ്പൊ അവിടെ കിടക്കുക. അപ്പൊ ഇവിടുത്തെ മണ്ഡല ടീമുകളല്ലാതെ അവരെ കാണാൻ ഒരു ഇന്നോവയ്ക്കകത്ത് പോകുന്നുണ്ട് അച്ചൻകോവിൽ. അപ്പം ഞാനിവിടെ പോട്ടെ എന്ന് പറഞ്ഞപ്പം ചെല്ലണ്ടെന്ന് പറഞ്ഞു. അവർ തിരിച്ചു വരുമ്പോൾ അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അച്ചൻകോവിൽ, അവിടെയൊക്കെ കയറി ഫോറസ്റ്റിനകത്തൊക്കെ കയറി എങ്ങനെ കണ്ടുവരുമെന്ന് നടരാജൻ പറഞ്ഞു. അച്ഛമ്മ എന്നെ കൂട്ടുന്നില്ല. ഞാനൊരു പ്രവർത്തനമല്ല, എനിക്കും അങ്ങനെ സുഖം അറിയേണ്ട കാര്യമില്ല. സ്ഥലമുണ്ട്, അവര് 4 പേരേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്നെ കൂട്ടാതെ പോടി ശരിയല്ലോ. അവൻ മറ്റേ ഞാൻ ചോദിക്കാം. അല്ല, മച്ചമ്മയെ കൊണ്ട് അനുസരിപ്പിക്കണം മാമൻ. ഞാൻ പറഞ്ഞ അവൻ കേൾക്കാതിരിക്കേ? കേക്കൂ. പിന്നെ അന്ന് ഈ പേടിക്കണ്ട. അല്ലേ, വണ്ടിയിൽ സ്ഥലം ഉണ്ടെങ്കിൽ പൊക്കോട്ടെ ഒരാള്. ഞാൻ പറയാ, പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിൽ പിന്നെ. എടാ, പറഞ്ഞ അനുസരിക്കും. ഇതുമാതിരി എത്ര കേസുകളിൽ ഞാൻ ഇടപെട്ടിട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ടറിയോ? നമ്മുടെ മറ്റേ ബേക്കറി ജംഗ്ഷനിലെ ബേക്കറി സുധാകരൻ അറിയില്ലേ? അവന്റെ കടയുടെ നേരെ ബാക്കിൽ ഒരു 25 സെന്റ് സ്ഥലം കിടക്കുന്നുണ്ടായിരുന്നു. 2 മക്കളുള്ള ശേഖരന്റെ ആയിരുന്നത്. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ 2 മക്കളും കൂടിയിട്ട് തർക്കം. വീട് എനിക്ക് വേണമെന്ന്. നിയമപ്രകാരം വീട് വേണ്ടത് അനിയനാണ്, പക്ഷെ വീട് വെക്കാൻ പൈസ ചെലവാക്കിയത് ഏട്ടനാണ്. അപ്പൊ 2 പേരും വിട്ടുകൊടുക്കണില്ല. വീടാണെങ്കിൽ ഭാഗം വയ്ക്കും വേണം. എന്ത് ചെയ്യാൻ പറ്റും? അവന്റെ അമ്മ, ഈ കുട്ടികളുടെ അമ്മ കരഞ്ഞിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ ചെന്നു. അപ്പൊ ആ സ്ത്രീനോട് പറഞ്ഞു, ഇതാ വരുന്നു എന്നല്ല പറഞ്ഞു, എപ്പോഴാ വരികയെന്ന് അറിയില്ല എന്നാ പറഞ്ഞു. ഞാൻ ഉച്ചടമ്പ് വന്നു, ഊണൊക്കെ കഴിഞ്ഞ്. ഇത് നാളെ ഒരു യാത്രയുണ്ട്, അപ്പൊ വണ്ടിക്കകത്തിരുന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് പോകാമല്ലോ തമിഴ്നാട് സൈഡിലോട്ട്. നമ്മുടെ ഒരു നേതാവുണ്ട്, അയാളെ അച്ചൻകോവിലാണ് അയാളെ തറവാട്. അപ്പൊ സുഖലാണ്ട് അവിടെ കിടക്കുക. അപ്പൊ ഒന്ന് പോയി കണ്ട് അയാൾ ഒന്ന് വിശേഷമൊക്കെ തിരക്കിട്ട് വരാം എന്നുള്ളൊരിത്. അച്ചൻകോവിലേക്ക് ടൂർ പോവാണ്. ടൂറല്ല, അത് അയാളെ വീട് അച്ചൻകോവിലല്ലേ. പിന്നെ തിരിച്ച് വരണ വഴിയിൽ ആ വനത്തിലൂടെയൊക്കെ കയറി ഒരു യാത്ര രസമല്ലേ. എന്തായാലും പോണ വഴിക്ക് ഇവനെയും കൊണ്ടേക്കോ, അവനൊക്കെ ഒന്ന് കണ്ടോട്ടെ കേട്ടോ. അവനെയും കൊണ്ടേക്കോ. എന്തായിരുന്നു അമ്മാവന് വേറെ പണിയൊന്നുമില്ലേ? അവനെയൊക്കെ അവിടെ കൊണ്ടുപോയി മനുഷ്യൻ എവിടെയും സ്വസ്ഥമായിട്ട് പോകണടുത്ത് തന്നെ എല്ലാവരും വാരി കെട്ടിക്കൊണ്ട് പോകാൻ പറ്റും. അമ്മാവ അപ്പൊ അവിടെ ചെന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അമ്മാവ അവിടെ ചെന്നു. അപ്പൊ അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു അവര് എവിടെ പോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം എന്തായി? ഇനിയിപ്പോ അതിവിടെ പറയണതിന് വലിയ പ്രസക്തി ഒന്നുമില്ല.
അമ്മ ഇവിടെ എല്ലാവരും വരച്ചവരെ നിർത്തുന്നില്ലേ, അമ്മ അത് പോയി ചോദിച്ചു. ഞാൻ അമ്മ ഇത്ര മീച്ചൊക്കെ പിരിച്ച് കാണിച്ചിട്ട് ആയിസായിട്ടിരിക്കുന്നത്. അല്ല അത് ശരി, അവൻ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ പിന്നെ അധികാരമല്ലേ പറഞ്ഞത്? പറഞ്ഞ അവൻ കേൾക്കണ്ടേ? അത് ശരി. അമ്മ അവിടെ നിന്ന് യോൻ ചുമ്മാ ഓരോന്ന് പറയും. എന്തിനാണ് ആവശ്യമില്ലാത്ത തരത്തിൽ ഇവിടെ നിന്ന് ചുമ്മാ ഇരിക്കും. അമ്മ പോണ് എന്താടാ? എന്നാലും ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കേണ്ടേ? ആര്? ഫോണേ. ഇതിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, വലിയ വണ്ടിയാണ് ഇവർ വിളിച്ചേക്കുന്നത്. ആ ചെറുക്കൻ പറയണതിനകത്ത് കാര്യമില്ലേ? 7 പേർക്ക് ഇപ്പോൾ പോകാമെന്ന് പറയുന്നത്. ഇവരാണെങ്കിൽ ഡ്രൈവർ ഉൾപ്പെടെ 5 പേരേ ഉള്ളൂ. അപ്പോൾ പിന്നെ പാവത്തിനും കൂടി കൊണ്ടായാലും അവൻ അവിടെ കയറി ഇരുന്നോളൂല്ലേ? എനിക്ക് തോന്നുന്നൊരു കാര്യം പറയട്ടെ, ഇത് അച്ചാച്ചൻ അറിയാത്ത എന്തോ ഒരു കാര്യം ചേട്ടൻ ചെയ്യാൻ. എനിക്ക് തോന്നി എന്ത് കാര്യമാണ് കൂടിപ്പോയാ വെള്ളോടിയായിരിക്കും. അതിപ്പോ എല്ലാരും കൂടി ഇവിടെ ഇരുന്നത് ആ ബാക്കി ഇരുന്നൊക്കെ കുടിക്കില്ലേ? എല്ലാവരും ഇല്ലേ? ഒന്നുമില്ല. അപ്പൊ അതല്ല, അതിലും വലിയ എന്തോ കാര്യമാണ്. എന്ത് ഈശ്വരാ, ഇനി വല്ല കള്ളക്കെടുത്തോ അങ്ങനെ എന്തെങ്കിലും തരികിട പരിപാടി ആയിരിക്കും. അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ഇതിപ്പോ എന്താ കാര്യം വെച്ചാൽ ക്ലീറ്റോ ചേട്ടന് ഒരു കുഴപ്പമില്ലായിരിക്കും. പക്ഷെ കൂടെയുള്ളവന്മാർ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലാ ഏടാ കൊടുത്ത് ചാടാൻ പോണ ആരായിരിക്കും? ക്ലീറ്റോ ചേട്ടൻ. എപ്പോഴും അങ്ങനെയല്ലേ വരുന്നത്. പേര് വരുമ്പോ എന്തുവാ? ടിഡിറ്റി പാർട്ടിയുടെ നേതാവ് ക്ലീറ്റോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ റൊണാൾഡോ അടുത്തുള്ളത് നല്ലതല്ലേ? ശരിയാണ്. നിങ്ങൾ എന്ത് ആലോചിച്ച് പോണം? അതുകൊണ്ടൊന്നും അല്ല. റൊണാൾഡെങ്കിലും മാമിക്കറിഞ്ഞൂടെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. മൊത്തത്തിൽ വെളിയിറങ്ങി അപ്പം തുടങ്ങും എന്തെങ്കിലും കഴിക്കാൻ വേണം, എന്തെങ്കിലും കഴിക്കാൻ വേണം, എന്തെങ്കിലും കഴിക്കാൻ വേണം. അപ്പം ഡാഡിക്ക് അത് കുഴപ്പമില്ല. പക്ഷെ വേറെ ആൾക്കാരൊക്കെ ഇല്ലേ, അതിപ്പോൾ മോശമില്ലേ? കറക്റ്റ് മുത്തേ. ഒരു കൈ ചെന്ന് കൈതാ. വളരെ കറക്റ്റാണ് നീ പറഞ്ഞത്. അയ്യോ, കൈ മാത്രമായാലും പോരാ. എനിക്കതിനെ നിനക്കൊരു സമ്മാനം കൂടെ തരാതിരുന്ന നീ ആ സത്യം പറഞ്ഞതിനുള്ള സമ്മാനം. അതെ, റൊണാൾഡോ ഇവിടെ നിന്നാൽ നിങ്ങളെ സ്വസ്ഥത പോകുന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ കൊണ്ടുപോയിക്കോളാം. പക്ഷേ ഈ പറഞ്ഞ മാതിരി വാതോരാത്ത വർത്താനവും ഇറങ്ങുന്നതൊക്കെ തീറ്റ എന്നുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് അവനെ ഒഴിവാക്കിയത്. റൊണാൾഡോ നിങ്ങളുടെ കൂടെ ഉള്ളതാ ഞങ്ങൾക്ക് സമാധാനം. ഓ അതെ, ഭയങ്കര ധൈര്യം തന്നെ. ആ കൊണ്ടുപോവാം. ഒരു കാര്യം പ്രത്യേകം പറഞ്ഞോളണം, വായും വെച്ചോണ്ട് മിണ്ടാതിരിക്കാൻ. പിന്നെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം, ഞങ്ങൾ ചിലപ്പോൾ കഴിച്ചെന്നിരിക്കും, കഴിച്ചില്ലാതെ വരും, ചിലപ്പോൾ പട്ടിണി കിടക്കും. അവന്റെ വയറിന് ഇച്ചിരി വിശപ്പ് കൂടുതൽ, എന്തെങ്കിലും തിരിഞ്ഞെണ്ണം കൊടുത്താൽ പോരെ? ഞങ്ങൾ തിന്നാനല്ല പോണത്, പോണ ആവശ്യങ്ങൾ വേറെയാണ്. ചിലപ്പോൾ ഞങ്ങൾ വഴി തിന്നും, ചിലപ്പോൾ തിന്നില്ലാന്നും വരും. ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുമുണ്ട്. വണ്ടിയെ കയറാൻ മുന്നേ ഇതുപോലത്തെ ഒരു കിറ്റ് വാങ്ങിച്ചതേ കയ്യിലോട്ട് ഈ കിറ്റ് നാളത്തേക്കുള്ള ഇതിന് ഇവിടെ കണ്ട ഇന്ന് തീർത്തളയും. പിന്നെ രാവിലെ 4 മണിക്ക് എണീറ്റ് റെഡി ആയിക്കോളാൻ പറയണം. 4, 3, 7 കൂട്ടാണോ? 7 2 കുറച്ച് 5 പേരേ ഉള്ളൂ. നീയൊക്കെ തന്നെ അവനെ വഷളാക്കണത്. എല്ലാത്തിനും ബോബനും മോളിൽ പട്ടിയെ കൊണ്ട് നടക്കുമ്പോൾ എല്ലായിടത്തും കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞു. ഓ പിന്നെ പൊന്നെ, ഇതിന് എന്ത് ചെയ്യാ? കേട്ടത് പാമ്പിന്റെ ചെവിയാ. പാമ്പിന്റെ എല്ലാം കേൾക്കുന്നു. നഖം കണ്ടിട്ട് തട്ടി ഇളയ പോലെ ഇരിക്കണ്ട. നഖമേ തട്ടിയായിരുന്നു എവിടെയെങ്കിലും? വീട്ടിന് ഇത്രയും കയറ്റി വെട്ടണോണ്ടാണ്. നഖം നിന്നാലേ ഷൂലിങ്ങനെ ഫ്രണ്ട് തട്ട. അവനാണ് ഞാൻ ഇത്രയും കയറ്റി. പക്ഷെ അത് ഇച്ചിരി വേനയായി ഇപ്പൊ. ഇത്തിരി ചൂടുവെള്ളം, ഇത്തിരി ഉപ്പിട്ട് കാല് കുറച്ചു നേരം മുക്കി വെക്കാം അല്ലേ? ഇപ്പൊ വേണോ? ഇപ്പൊ വേണ്ട, നാളെ കാണാൻ ചെയ്യാം. ഞാൻ വേണം ഇപ്പൊ എടുത്തോണ്ട് വരാം. ക്ലീറ്റോ ചേട്ടനാണ്, അവരൊക്കെ കിടന്നല്ലോ. അമ്മാവനാ? അമ്മാവ? ആഹാ. എന്നിട്ട് എന്നിട്ട് ഇവിടെ ഇരിക്കണേ? വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇവിടെ നേരം തുടങ്ങല്ലേ? ഒരു കാര്യം പറയുമ്പോൾ ഇവിടെ വന്ന് കിടക്കാൻ പറയാ. ഇവിടെ കിടന്നാലും വീട്ടിൽ കിടന്നാലും ഉറക്കം വരില്ല. അപ്പൊ അതിന്റെ കാരണം എന്താന്നാ ചോദിക്കുക, അല്ലാണ്ട് ഇവിടെ കിടക്കാനാ പറയാ. അല്ല, ഇപ്പൊ കാരണം എന്താ? നിന്റെ ഞാൻ ആരാ? നിന്റെ ഞാൻ ആരാ? നിന്റെ ഞാനാണോ? നിന്റെ ഞാൻ ആരാ?
അമ്മാവൻ. ഞാൻ നിന്റെ ആരാ? ആ അങ്ങനെ പറയേ. ഞാൻ നിന്റെ ആരാ? എനിക്ക് ഉദ്ദേശിച്ചു ശേഷകാരൻ അമ്മാവൻ അമ്മാവൻ. അമ്മാവന്റെ ശേഷകാരൻ ഞാൻ. എന്റെ അമ്മാവൻ അത് അമ്മാവന്റെ ശേഷകാരനെന്ന് പറഞ്ഞ നിന്റെ ഞാൻ ആരാ? അമ്മാവൻ. അമ്മാവൻ അമ്മാവൻ. തങ്കത്തിന്റെ ഞാൻ ആരാ? അമ്മാവൻ. ആരാ? അമ്മാവൻ. നിന്റെ ഞാൻ ആരാ? അമ്മാവൻ. ക്ലീറ്റസിന്റെ ഞാൻ ആരാ? അമ്മാവൻ. തെറ്റ്. അതെന്താ ഞാൻ അവന്റെ അമ്മാവനല്ല. കാര്യം? അവൻ വരുത്തല. അപ്പൊ എവളാ? ഇവള് എന്റെ മരുമോള് വീട്ടിലത്തെ ആള്. അല്ലല്ല, ഇവള് എന്റെ മരുമോൾ, നിന്റെ ഭാര്യ, അവളുടെ അമ്മാവൻ ഞാൻ. അത് തങ്കത്തിന്റെ ഭർത്താവ്. അപ്പൊ തങ്കത്തിന്റെ അമ്മാവൻ. പക്ഷെ അവൻ വരുത്തന. ഞങ്ങൾ രണ്ടും ഒരു ചോരയല്ലേ അമ്മാവ? പക്ഷേ കൺഫ്യൂഷൻ ആക്കല്ലേ. ഞാൻ പറയട്ടെ. ശരി, ഇപ്പൊ എന്താണ് നിന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു കൊടുന്നതാണ്. അപ്പൊ നീ ഇവിടുത്തെ നിന്റെ മരുമകൾ, അവൻ പുറത്തുള്ളവൻ വർത്തൻ. ഇപ്പൊ എന്താ പ്രശ്നം? അതാണ് കാര്യം. എന്താണ് പ്രശ്നം? എന്താണ് നിങ്ങൾക്കൊന്നും അറിയില്ല. ഒന്നും മനസ്സിലായില്ല. അപ്പൊ നീയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്തില്ലേ? ഞാൻ ഉണ്ടായിരുന്നു. എന്ത് പറ്റി? എടാ, ഞാന് അവനോട് പറഞ്ഞോ, റൊണാൾഡിനെയും കൂടി നീ കൊണ്ടുപോന്ന് പറഞ്ഞപ്പോ അവൻ മുഖത്തടിച്ച പോലെ എന്നോട് എന്താ പറഞ്ഞു? അമ്മാമൻ പോയി പണി നോക്കിക്കൊന്നും പറ്റില്ല പറഞ്ഞു പോയില്ലേ? അവൻ പോയില്ലേ? മുഖത്തടിച്ച പോലെ അങ്ങനെ പറഞ്ഞു പോയില്ലേ? സ്വന്തം അമ്മാവന്റെ മുഖത്ത് നോക്കി ഒരുത്ത അങ്ങനെ പറയോ? കാരണം അമ്മാവനെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്ന ഒരാളാ. പക്ഷെ അത് പോട്ടെ, വിട്ടു. ഞാൻ നോക്കിയ അത് മാച്ചു കളഞ്ഞു. എന്നിട്ട് അവന്റെ ഭാര്യ തങ്കും മുത്തൊക്കെ പറഞ്ഞപ്പോ സമ്മതിച്ചു. അപ്പൊ ക്ലീറ്റ സമ്മതിച്ചു. അപ്പൊ ഭാര്യമാരുടെ അമ്മാമല്ല, അവര് പറഞ്ഞപ്പോ സമ്മതിച്ചു. അങ്ങനെ റൊണാൾഡോ പോണു. അത് മോശമായി പോയി. അപ്പൊ അവൻ വർത്തനല്ലേ? അല്ല അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇത് അമ്മാവൻ പറഞ്ഞ് അവൻ അനുസരിച്ചില്ല. ഇല്ലേ? തങ്കവും മുത്തും പറഞ്ഞ് അവൻ അനുസരിച്ചു. കറക്റ്റ്. പക്ഷെ അനുസരിച്ച് ഒരു 4 മണിക്കൂർ കഴിഞ്ഞു. ആ സമയത്തൊക്കെ അമ്മാവനോട് ഉണ്ടായിരുന്നു. അന്നേരം ഒന്നും ഈ പ്രകോപനം നമ്മൾ കണ്ടില്ല, ഈ വിദ്വേഷം നമ്മൾ കണ്ടില്ല, ഈ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടുന്ന നമ്മൾ കണ്ടില്ല. എന്തറിയണ, എവിടെയോ ഇതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ പോയി 2 അടിച്ചപ്പോ ഈ വിഷമം ഇങ്ങനെ തേട്ടി വരിക. പിന്നെ കടന്നിട്ട് ഉറക്കം വരില്ല. എനിക്ക് അവനോട് ചോദിക്കണം. അതെ, ചേട്ടന് റൊണാൾഡോ അച്ചാച്ചൻ ഇപ്പൊ ഉറങ്ങിയിട്ടുണ്ട്. അവർക്ക് രാവിലെ പോവണ്ടേ? ഇനി അവര് പോയിട്ട് വന്നിട്ട് നമുക്ക് പറയാം. അവനങ്ങനെ സമാധാനത്തോടെ ഞാൻ കടത്തി. ഞാൻ അവനോട് ചോദിച്ചിട്ട്, ഇത് ഗിരിരാജനാണ് ചോദിച്ചിട്ടേ അമ്മാവൻ തൽക്കാലം നേരത്ത് കടന്നുറങ്ങാൻ സമയം. ഇങ്ങോട്ടാ അമ്മായി. സംസാരിച്ചോളും. ഞാനതില്ല. പെണ്ണുങ്ങൾ സംസാരിക്കാൻ നമ്മളെ ഇവിടെ ഉണ്ടാ. ഇവിടെ വന്നു. ഓ, ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി വന്നതാ. ഇവള് പറഞ്ഞ ഫോൺ കൊടുക്കും. ഇവള് പറഞ്ഞ ഫോൺ കൊടുക്കും. മരോള് ഈ പരുവത്തെ അങ്ങോട്ട് വിടണോ? വേണ്ട. ശരി. അത് ഇന്നെ കളിയാക്കിയതല്ലേ? വെച്ച് ഇവിടെ കിടക്കുന്ന അങ്ങനെ വേണ്ട. നീ പരുവത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പരുവായിട്ടില്ല എന്നുള്ളത് ഞാൻ കാണിച്ചാലോ. കൂടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ ക്ലീറ്റസിനെ കാണുന്ന പോലെ അന്നയും കാണും ഞാൻ. അപ്പൊ ഗുഡ് നൈറ്റ്. പക്ഷെ ഞാൻ രാവിലെ വരും. ആ വരത്തിനോട് 4 അക്ഷരം പറയാണ്ട് ഞാൻ പോവില്ലേ? ഇങ്ങോട്ട് പോണേ. ഞാൻ എന്റെ ഗിരിജ, എന്റെ പ്രിയതമ ഇവിടെ കാത്തിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഞാൻ വരാം. അല്ല, അപ്പൊ ഗുഡ് നൈറ്റ്. ഇതെങ്ങനെ? ആ വരത്തനോട് പറഞ്ഞോ, നേരം വിളിച്ചാകുമ്പോ അവൻ നീച്ച വരുമ്പോ അവന്റെ മുമ്പിൽ ഞാൻ ഉണ്ടാവും. 4 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഗിരിരാജനല്ല. ഗുഡ് നൈറ്റ്. ശരി. ചെടിച്ചട്ടി ഒന്നുമില്ലടേ. എന്റെ പൊന്നെ, ഇത് അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇത് കിഴക്കോട്ട തിരുവനന്തപുരം. അത് നിനക്ക് ഈ കുടിയന്മാരെ സൈക്കോളജി അറിയത്തില്ല. മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് വീടെത്തും. മദ്യപിച്ചില്ലെങ്കിലാണ് വീട്ടിൽ വരാൻ ലേറ്റ് ആവുന്നത്. എന്തുവാണ് ചേച്ചി? ക്ലീറ്റോ ചേട്ടൻ ഒന്നും പറ്റിയിട്ടുണ്ടാവത്തില്ല. നീ ഒന്ന് സമാധാനപ്പെടേ. അങ്ങനൊന്നും ഇല്ലല്ലോ. നമ്മൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നത്? അവൻ വരുമല്ലോ. വല്ല നേരം വിളിച്ച് പറഞ്ഞല്ലോ. വരും. സമാധാനപ്പെടും. നീ വെറുതെ
വല്ല കാര്യം ഉണ്ടായിരുന്നു നീ പോണ്ട. അതിനൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനൊന്നുമില്ല, ഒന്നും വരില്ല, ഒരു കുഴപ്പമില്ല, ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ ആവശ്യമില്ല ചിരിച്ചു കൂട്ടല്ലേ. അവ ഇപ്പൊ വരും. എന്റെ മോക്ക് ഞാനുള്ള അമ്മ വന്നു. എന്താ ശരിക്കും? ഒന്നുമില്ല അമ്മ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ലെന്ന് ഇല്ല. അമ്മ അത് പറഞ്ഞ കേക്ക്. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവരാകെ ടെൻഷൻ അടിച്ചിരിക്കുക. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. സംഭവം ആദ്യം കേൾക്കാമാവ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ അവർ രാത്രി പോയല്ലോ. അവർ വണ്ടി പോകുന്ന വഴിക്ക് ക്ലീറ്റോയ്ക്ക് മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞ് കാട്ടിനിടയിൽ വണ്ടി നിർത്തി. വണ്ടി നിർത്തിയിട്ട് ഇവ മൂത്രം ഒഴിക്കാണ്ട് മാറുമ്പോ പിറകെ വണ്ടി വന്നു. ആ വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ വേണ്ടി ഇവർ വന്ന വണ്ടി ഇനോവ കുറച്ച് മുമ്പോട്ടം കിട്ടും. ആ മുമ്പോട്ടിട്ട് 100-200 മീറ്റർ മുമ്പോട്ടങ്ങ് ആയിപ്പോയി. അപ്പോഴത്തേക്കും ക്ലീറ്റോ ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ്. വണ്ടിക്കകത്തിരുന്ന അൻസാറും മറ്റേ നമ്മുടെ റൊണാൾഡോ ഒക്കെ വണ്ടിക്കകത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു ആന ഇങ്ങോട്ട് പോകുന്ന കണ്ടു. ക്ലീറ്റോ നിൽക്കുന്ന ഭാഗത്തേക്കാ. ഇവർക്കാണെങ്കിൽ വണ്ടി എടുത്ത് പിറകെ വരാനും വയ്യ. ഇവനെടുത്ത് വിളിക്കുമ്പോ ഇവന്റെ ഫോൺ എന്താ വണ്ടിക്കകത്ത് കിടക്കുന്നു. പിന്നെ എന്താണെന്ന് ആർക്കും അറിയില്ല. അയ്യോ, പറയുന്ന കേക്ക്. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അപകടങ്ങളൊന്നും വേറെ സംഭവിച്ചില്ല. ഞാൻ അവിടെ മറ്റേ ആര്യങ്കാവൽ സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചു. അപകടങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ അവനെവിടെ? അവൻ വരും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അയ്യോ, കുട്ടിക്ക് എന്തോ നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഓ, ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കും. ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഇവളെങ്ങനെ ഇതൊക്കെ അറിഞ്ഞ്? റൊണാൾഡോ വിളിച്ച് വളരെ പറഞ്ഞു കൊടുത്ത്. ആ പോത്തിന് വിവരം ഈ വക കാര്യമൊക്കെ ഇവരോട് നേരിട്ടാണോ പറയാ? നമ്മളോടല്ലേ പറയണ്ട്? ഞാൻ എന്ത് സമാധാനിപ്പിക്കും? റൊണാൾഡോ എടുക്ക്. എന്താടാ കിട്ടിയോ? അയ്യോ, ആരുടെ അടുത്താണോ? എവിടെ എന്ത് കൊണ്ട് കുഴപ്പമില്ല. നീ ഓക്കെയാ? കുഴപ്പമൊന്നുമില്ലല്ലേ? നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഇനി കരയണ്ട, അത് കുഴപ്പമില്ലല്ലോ. കൊണ്ടുവരും. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ആവശ്യമില്ലാത്ത ഓരോ സ്ഥലത്തേക്കുള്ള പോക്കും. ഒന്നും കൂടി പറഞ്ഞിട്ട് അതെങ്ങനെയായിരുന്നു? ഇല്ല തങ്കം, എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ ഉണ്ടല്ലോ വെറും പെരുത്ത് വരുക. ഞാൻ മൂത്രം ഒഴിച്ചിട്ട് ഇങ്ങനെ വണ്ടി നോക്കി ഇങ്ങനെ നോക്കി ഒരു വിളി. പേടിയായില്ലേ? പിന്നെ പേടിയായില്ല. എന്തൊരു ചോദ്യമാണ് ചേച്ചി ഇത്? ശബ്ദം കിട്ടണില്ല വിളിക്കാൻ. വണ്ടി അവിടെ നിൽക്കില്ലേ? അവസാനം ഓടി എന്ന് പറഞ്ഞാ എങ്ങോട്ട് ഓടും? ഓടി വണ്ടി ദൂരത്തിലായിരുന്നില്ലേ? വണ്ടി ദൂരത്തില്. ആന അവിടെ സൈഡിൽ എവിടെയെങ്കിലും നിന്ന് മുള്ളിയാ പോരായിരുന്നു ക്ലീറ്റോന്? തങ്കം, നിങ്ങൾ ഈ പറയണ പോലൊന്നും അല്ല. കാട്ടിലോട്ട് എന്ത് കാര്യത്തിനാ? മുള്ളാൻ സമയം തോന്നുമ്പോ അപ്പോഴല്ലേ നമുക്ക് മുള്ളാൻ പറ്റുള്ളൂ. ഓട്ടത്തിൻ്റെ ഇടയിൽ മുണ്ടും പോയി. ദൈവം മുണ്ടുവന്ന പോലെ പോണേ. ഈ അയാളെ വന്നത് അവിടെ തമിഴ്. ഇതൊരു ഭാഗ്യമല്ലേ? അയാൾ സൈക്കിളിൽ കൂടെ പറഞ്ഞു. തിരിച്ചൊന്നും കൊടുക്കണ്ടല്ലോ. എന്തിനിത്? അയ്യേ, മോശം. അവര് സ്നേഹത്തോടെ തന്നല്ലോ. ഭാഗ്യം. അവിടെ പാൻറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സ്നേഹമുള്ള മനുഷ്യൻ പറഞ്ഞുകൊണ്ടേ തന്നെ സൈക്കിളിൽ കയറ്റി എന്നെ വീട്ടിൽ കൊണ്ടുപോയി. ഇതെല്ലാം എടുത്ത് സമാധാനിപ്പിച്ചിട്ട് കട്ടൻ ചായയെല്ലാം ഇട്ട് തന്ന്. ഞാൻ ഓർക്കണേ ഉണ്ടെങ്കിൽ ഉണ്ട്. ആ നേരത്തെ ഇതും കിട്ടിയില്ലെങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ വരും ക്ലീറ്റോ? ആന എന്നെ വല്ലതും ചെയ്തിരുന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. എന്തായാലും കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കണം. ആ അളിയാ, പത്രത്തിൽ വാർത്തയുണ്ട്. എന്തോന്ന്? അച്ചൻകോവിൽ ഭാഗത്ത് മാവോയിസ്റ്റ് സാന്നിധ്യം. റോഡരികിൽ മാവോയിസ്റ്റ് ഭീകരൻ സ്വയരക്ഷാർത്ഥം ഉപേക്ഷിച്ച നിലയിൽ ഒരു വെള്ളമുണ്ട് കണ്ടുകിട്ടി. അപ്പൊ അതില് പേരും ഉണ്ടോ ഡാഡി മുണ്ടില്? അല്ല മകളെ, വാക്കിടെ ഉണ്ട്. മുണ്ടിനൊപ്പം മാവോയിസ്റ്റ് ഭീകരനെ തിരിച്ചറിയാൻ സാധിക്കുന്ന വിധം ഒരു കറുത്ത പേഴ്സ് കൂടി ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കാറില്ലല്ലോ. അപ്പൊ അത് ക്ലീറ്റോന്റെ അല്ല.
വേറെ ആരുടെയെങ്കിലും ആയിരിക്കും. വേറെ ആരുമായി അപ്പൊ ഇന്നലെ വേറെ ആരെയോ ആന ഓടിച്ചിട്ടുണ്ടോ? അപ്പൊ കൊറേ പേരുടെ മുണ്ട് പോയിട്ടുണ്ട് ഇന്നലെ. ഭാഗ്യം എന്റെ പൊന്നെ, നീ മാവോയിസ്റ്റും കൂടി ആയ വയ്യ. എങ്ങനെ ഈ യാത്ര പോണതിന് മുമ്പേ ഇവിടെ പുറകെ ഒരാളും വിളിയും ബഹളവും ഒരു ചായ കിട്ടിയില്ല. ഇട്ടില്ലടാ, ഇച്ചിരി കഴിഞ്ഞിട്ട് തരാം. എന്താ എല്ലാരും കൂടെ? മച്ചമ്പി ഓരോ കാര്യം പറഞ്ഞിട്ടൊക്കെയായിരുന്നു. യോ സത്യം പറഞ്ഞ മച്ചമ്പി ആന ഓടിച്ച കാര്യമേ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. എലിപ്പണ്ണ സ്വപ്നത്തിലായിട്ട് പോലും ഞാൻ പേടിച്ചു പോയി. അപ്പൊ നേരിട്ട് എന്തുമായിരിക്കും? എന്റെ പൊന്നെ, അവിടെ അടുത്തെങ്ങാനും ഓന്ന് ഓരിയിട്ടുന്ന ആന. എന്നാ ആ സമയത്തൊന്ന് എന്നെ ഇറങ്ങി ഒന്ന് ഓടിക്കേ ബഹളം വെക്കേ എന്തെങ്കിലും ചെയ്ത ഒറ്റ എണ്ണം. നിന്നെ എന്തിനാ കൂടെ വിട്ടത്? എന്തിനാണ് ആ വഴിയിൽ വണ്ടി നിർത്തേണ്ടായിരുന്നാണ്? ആ അങ്ങനെയുള്ള വഴിയിൽ ചെയ്യാൻ പാടില്ലല്ലേ? ചായ ഇട്ടങ്ങ് കുടിച്ചു. മച്ചമ്പി എന്റെ പേഴ്സ് എന്ത് പേഴ്സ്? വഴി വെച്ച് വെള്ളം മേടിക്കാൻ നിർത്തിയപ്പോ ഞാൻ പൈസ ചോദിച്ചപ്പോ പേഴ്സ് എടുത്ത് തന്നില്ലേ അത്? അത് നിന്റെ പേഴ്സിന്റെ നിറം എന്താടാ? കറുപ്പ്. പേഴ്സിനകത്ത് വേറെ വല്ലതും ഉണ്ടോ? അതിനകത്ത് പൈസ ഉണ്ട്, പിന്നെ വർക്ക്ഷോപ്പിലെ ബില്ല്, പിന്നെ ആധാറും ID പ്രൂഫ്. അതൊക്കെ അതിനകത്താണല്ലോ.